എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു നാടൻ ഊണിൻ്റെ കുറച്ച് വിഭവങ്ങളുമായിട്ടാണ്. വളരെ രുചികരമായിട്ട് നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കറികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ പൊരിക്കാനായിട്ടുള്ള മസാല ഒന്ന് പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയോ എരിവുള്ള മുളക് പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മീൻ വറക്കുമ്പോൾ നമ്മൾ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്, കുരുമുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ കുറച്ച് കറിവേപ്പില. നല്ലൊരു ടേസ്റ്റിനും പുളിക്കും വേണ്ടിയിട്ട് നമ്മളൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്, ഒരു 4 പീസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ നെയ്മീൻ നമ്മൾ ഫ്രോസൺ മീൻ വാങ്ങിച്ചതാണ്, അത് നോർമലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പുരട്ടിയെടുത്തിരിക്കുന്നത്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 പച്ചമുളക്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉലുവാപ്പൊടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചതാണ്. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 2-3 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മഞ്ഞ ആവോലി മീനാണ്, യെല്ലോ പോംഫ്രെറ്റ് എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ അത് ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി നമ്മളിപ്പോൾ നന്നായിട്ട് ഇത് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. മീൻ ക്ലീനാക്കുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബേസിക് കുക്കിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ മീനൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അവസാനം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ചുറ്റിച്ച് വെച്ച് അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ വേവിക്കലാണ്. കപ്പ അല്ലാന്നുണ്ടെങ്കിൽ ചീനി എന്നൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പറയും. നമ്മുടെ സൈഡിലൊക്കെ ചീനി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീനിയാണ്, ഒരു മീഡിയം സൈസിലുള്ള ചീനി. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പയാണ്. നമ്മളെപ്പോഴും കപ്പയൊക്കെ അരിഞ്ഞതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. കപ്പ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് അരക്കരുത്, നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ച് എടുക്കുക. ഇതേസമയം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് വേവുന്ന കപ്പയാണ്. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയാം. 2 വെള്ളത്തിലൊക്കെ ഊറ്റിക്കളയുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളിവിടെ കൂടുതൽ വെള്ളത്തിൽ കുറച്ച് കപ്പ ആയതുകൊണ്ട് നമ്മൾ 1 വെള്ളം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക. നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടരുത്, നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർക്കാം. അടച്ച് വെച്ച് ചെറുതീയിലിട്ട് ഈ അരപ്പിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറി വരണം. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു തവി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മത്ത് വെച്ചിട്ടോ നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ കപ്പ ഉടയ്ക്കാനായിട്ടൊരു തടിയുടെ ഒരു തവി പോലത്തെ മത്ത് പോലത്തെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് സാധാരണ ഉടയ്ക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. നമ്മൾ കപ്പയിലേക്ക് സാധാരണ കടുവൊന്നും വറുത്ത് ഒഴിക്കാറില്ല. അപ്പോൾ അത് അടച്ചോടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ കപ്പയും മീനും ഒക്കെ ആകുമ്പോൾ തന്നെ സ്റ്റാർച്ചും പ്രോട്ടീനും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികളും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ഹെൽത്തി തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും അതുപോലെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന തോരൻ എന്ന് പറയുന്നത് ചീര ചെറുപയർ തോരനാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചീര പാലക്ക് ചീരയാണ്. ഒരു ബഞ്ചാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു പിടി ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിരിക്കുന്നതാണ്.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. കാരണം ചീര എപ്പോഴും നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ഒത്തിരി ഉപ്പായി പോവും. അതുകൊണ്ട് ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. പാലക്ക് ചീരയിൽ കുറച്ചധികം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ ഒരു 2 മിനിറ്റ് പോലും വേണ്ട ഇത് വാടിക്കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് വാടി വന്നിട്ടുണ്ട്. ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പെന്ന് പറയുന്നത് തേങ്ങ ചിരകിയത്, അതുപോലെ ചെറിയ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പച്ചമുളക്. ഇത്ര ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് അരയരുത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രം ചേർക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുപയർ പുഴുങ്ങിയതാണ്. ഇത് നമ്മൾ രാവിലെ പുട്ടിന് കൂടെ എടുത്ത ചെറുപയറാണ്. അപ്പോൾ അത് ഒരു കപ്പോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാൻ. ഇനി അടച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരപ്പും ചെറുപയറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് ഒരുപാട് ലൂസായി പോവില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പിലേക്ക് ആവിക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ഒട്ടും തന്നെ വെള്ളം ഈ ചീരത്തോരനിൽ വന്നിട്ടില്ല. നമ്മളെപ്പോഴും ചീര മാത്രമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെക്കാതെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്താൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തോരനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യാം. നമ്മൾ അരപ്പിൽ കരുവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്ന കാരണം എക്സ്ട്രാ ആയിട്ട് വീണ്ടും കരുവേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതീയിലിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നെയ്മീൻ സാധാരണ അങ്ങനെ കിട്ടാറില്ല. നമ്മൾ 2 കടകളിലാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് ഇൻഡോ പാർക്ക് എന്ന് പറഞ്ഞ കടയിൽ ഫ്രോസൺ ആയിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത്ര ഫ്രഷ് അല്ലായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രോസൺ ഫിഷ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ വലിയ കുഴപ്പമില്ല. എന്നാലും ഫ്രഷിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മീൻ ഫ്രൈയും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്തത് ഒരു രസമാണ്. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാംഗോ രസമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. ഇതുവരെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു രസമാണ്. അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഏതൊരു മലയാളിക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസാണ് കപ്പയും മീനും, അതുപോലെ തന്നെ ബാക്കിയുള്ള മീൻ വറുത്തതും ഒക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ പല വെറൈറ്റികളിലുള്ള മീൻകറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മീൻകറി, കോട്ടയം മീൻകറി, അതുപോലെ തന്നെ കല്യാണ മീൻകറി. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള മീൻകറി റെസിപ്പി നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്